എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ടൂർ പോവാണ് കേട്ടാ. ടൂർ പോവാണെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ പോണ സ്ഥലത്ത് അവിടെ ചെന്നാലറിയാം എങ്ങനെയായിരിക്കുന്നത്. നിങ്ങൾ പോണത് എവിടേക്കാ? മലയാറ്റൂരാണ്. ഇവിടുന്ന് 1.5 മണിക്കൂർ. എത്ര മണിക്കൂററിയില്ല, അത്ര ഒരു മണിക്കൂർ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ മല കയറണം. ആദ്യമായിട്ടാണ് പോണത്. ഞാൻ പണ്ട് ഞാൻ ഒരു 10 വർഷം മുന്നേ ഞാൻ പോയേക്കണത്. 10 അല്ല അതിന് 3 വർഷം മുന്നേ ഞങ്ങൾ രണ്ടുപേരും പോയിട്ടുണ്ട്. സുട്ടുമോനോ ചെറുതായി മോനോ 1.5 വയസ്സുള്ളപ്പോഴാണ് പോയത്. ഇപ്പൊ എത്ര കൊല്ലാന്ന് അറിയാം. ഇപ്പൊ 19 വയസ്സാവാനോ പോണത്. അപ്പൊ എത്ര ഒരു 10-12 വർഷം മുന്നേ പോയതാന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അവിടെ പൊടി എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? എന്തിട്ടാണ് ഉദ്ദേശിക്കുന്നത്? സ്ഥലം കാണും എങ്ങനെയാ ഞാൻ ഉദ്ദേശിക്കണത്? ഞാൻ വീഡിയോയില് കണ്ടിട്ടുള്ളതാ. പള്ളി അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. മണലുണ്ട് തോന്നുന്നുണ്ട് അവിടെ. അത് വേളാങ്കണ്ണി. കുഴപ്പമൊന്നുമില്ല. അവിടെ എത്തുമ്പോ ആള് മുട്ടുകുത്തി നടക്കില്ല. അതാണ് ഉദ്ദേശിച്ചത്. അതല്ല, ഇത് മലയാറ്റൂര് മല കയറുന്നതൊക്കെയാണ്. അവിടെ എത്തുമ്പോ എനിക്ക് പറ്റില്ല എന്ന് പറയായിരിക്കും കേട്ടാ. അവിടെ ഒരു അപ്പൊ നമ്മള് നമ്മുടെ ബൈക്കുമ്മലാണ് പോണത്. അപ്പൊ വെള്ളച്ചാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടാ. അപ്പോൾ ചെറിയ വീഡിയോ, അപ്പോൾ എന്തെങ്കിലും ഒരു ലോങ് വീഡിയോയും വേണമല്ലോ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് വലിയ ആൾക്കാർ പോണ മലേഷ്യയിലേക്കൊന്നും പോകാൻ നമുക്ക് സെറ്റപ്പ് ഇല്ല. അപ്പോൾ നമുക്ക് പോണ വഴികളും സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. അത്ര വലിയ സംഭവങ്ങളൊന്നും അല്ല, എന്നാൽ പോലും ഞങ്ങളുടെ ചെറിയൊരു സന്തോഷം അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോകളാണ് നിന്നിട്ടാ. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ മലയാറ്റൂരെത്തി. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടാണ്. ഇപ്പൊ എത്ര മണി കഴിച്ചാ? 8 മണി. അപ്പൊ നമ്മള് 8 മണി 6 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പൊ ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂറോളം നമ്മള് ഇരുന്നു വണ്ടിയിൽ. ബ്ലോക്കിൽ പെട്ടുപോയി ചെറുതായിട്ട്. നമ്മൾ ഏത് ബ്ലോക്കിലെ പെട്ടതെന്ന് എനിക്കറിയില്ല. ഏതൊരു പാലത്തിന്റെ അവിടെയാണ് പെട്ടത്. നമ്മള് മലയാറ്റൂരെത്തി. നല്ല തിരക്കുണ്ട് കേട്ടാ. നല്ല തിരക്കുണ്ട്. ഇപ്പൊ നമ്മള് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ കയറും. അപ്പൊ നമ്മള് മല കയറിയിട്ടില്ല. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ്. മല കയറണം. മല കണ്ടപ്പോ ചെറുതായിട്ട് ഒന്ന് ഞെട്ടിപ്പോയി. ചെറുതായിട്ട് ഇനി കയറുമ്പോ ഇതിനേക്കാൾ ഞെട്ടിക്കോളും. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് മല കയറാൻ പോവാണ് കേട്ടാ. ഇതല്ല ഏട്ടാ മല, ഇത് റോഡ്. എങ്ങനെ അത് കുറച്ച് കഴിയുമ്പോ കാണാം. ഇതിപ്പോ റോഡ്. ഇത് കുറച്ച് കഴിയുമ്പോ കുന്ന്, മല, കരിങ്കല്ല്. ഓടി രക്ഷപ്പെടുക. വയറ് നിറച്ച് ബോട്ടിങ് കൊള്ളിയും മുട്ട റോസ്റ്റ് ദോശയൊക്കെ തിന്നിട്ട് 2 സ്റ്റെപ്പ് നടക്കുമ്പോഴേക്ക് കതച്ചു തുടങ്ങി. എന്താവാ ഈശ്വര ഭഗവാനെ. അങ്ങനെ ഈ 2നെയും കൊണ്ട് ഞാൻ മല കയറി തുടങ്ങി. ഒയ്യാഹോയ് ഒയ്യാഹോയ്. വണ്ടി അവിടെ വരെ എത്തും. വണ്ടി അവിടെ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. എത്ര അമ്മ? 50 എത്രണ്ട്? 12 അപ്പം മെഴുകുതി മേടിച്ചിട്ട് 20 തിരിയുണ്ട് കേട്ടാ. ഓക്കെ. പോവാം. അങ്ങനെ റോഡ് കഴിയാൻ പോകണിട്ട് പൊടി. റോഡ് കഴിയാൻ പോകണട്ടാ. ഇനി വലിയ വലിയ കുന്നുകൾ, പാറക്കല്ലുകൾ. നമുക്ക് നടക്കാൻ പറ്റും. ഇത് കുറച്ചല്ല കേട്ടോ പൊടിയാ, കുറേ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. കയറാൻ പറ്റിയ
പൊടിമോളെ കളിയാക്കിയിട്ട് പൊടിമോള് റോക്കറ്റ് വിട്ട പോലെ പോണം. ഞങ്ങൾ വയ്യാണ്ടായി നടന്ന് പൊടീനെ അച്ചാരട്ടെ. പൊടിയോടെ പൊടിമോളെ തിരിച്ചെടുക്കരുത് പൊടിമോള് എത്തനോടത്തെത്തി. റോക്കറ്റ് വിട്ട പോലെ പോണത്. അയ്യാ വയ്യാണ്ടായി. അച്ഛനമ്മയും പറഞ്ഞൊരു ഇതുണ്ട്. എൻ്റെ പൊന്ന് അങ്ങനെ എന്തോ മുത്തപ്പനെ കുറിച്ച് മല കയറുമ്പോൾ അച്ഛനമ്മയും അറ്റത്താണ്. ഞാൻ മല കയറിയോണ്ട് കേട്ടാ ഇനിയുണ്ട് കയറും. ഇത്രയും കയറിയിട്ടുള്ളത് ബാക്കിൽ അച്ഛനമ്മയും വരുന്നുണ്ട് കേട്ടോ. അപ്പം സിമ്പിളാന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. പിന്നെ ഇത്തിരി വേർക്കണം എന്നുള്ള ആയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് മല കയറാൻ. പകുതി എത്തിക്കളൊന്നുമുണ്ട്. പിന്നെ തണവൊക്കെ വരുന്നൊക്കെ അച്ഛൻ പറയണ്ടായിരുന്നു. എന്നറിയില്ല, നമുക്കൊന്ന് നോക്കിക്കാം. ഇവിടെ പൊടിയാ അങ്ങനെ നമ്മൾ 2ാം സ്ഥലത്തെത്തി. അയ്യോ വണ്ണം കുറയ്ക്കാൻ ബെസ്റ്റ് പരിപാടിയാ. ഈ ആഴ്ചയിൽ ഒരു 3 ദിവസം അങ്ങോട്ട് വന്ന് പോയാൽ മതി. മൂന്നാമത്തെ സ്ഥലത്തിൻ്റെ കേട്ടാ. പൊടിമോളിനെ കൊണ്ട് മെഴുകുതിരി കത്തിക്കില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീയിലൊന്നും കളിക്കുന്നത് യൂട്യൂബിന് പാടില്ലല്ലോ. അതുകൊണ്ട് പൊന്നൂസ് തന്നെയായിരിക്കും മെഴുകുതിരി കത്തിക്കുക. റെഡിക്ക് 1ാമത്തെ മെഴുകുതിരി എത്തിക്കുന്ന സ്ഥലത്ത് നിന്ന് 2ാമത്തെ മെഴുകുതിരി എത്തിക്കുന്ന സ്ഥലത്തേക്ക് ദൂരമുള്ള കേട്ടാ. പിന്നെ ഒക്കെ അടുത്തടുത്താ. വേറൊരു സ്ഥലത്തുനിന്ന് വലിയ കുരിശും കൊണ്ട് വരുന്നുണ്ട്. ഇപ്പം 4ാം സ്ഥലമായി. ഇനിയുണ്ട്. അതിനെത്തിയിട്ടാ 14 സ്ഥലമായിട്ടാ. ഇവിടെ മുകളിലൊരു പറ്റാത്ത കിണറുണ്ടെന്ന് പറയുന്നുണ്ട്. കിണർ ഇത്രയും മുകളിലോട്ടാ. ഇവിടെ പൊന്നേൻ്റെ ഉള്ളിൽ വെള്ളം കിട്ടാ. ഉണ്ടാ വെള്ളം കാണണ്ട.
അപ്പോൾ നമ്മൾ മുകളിലെത്തിയിരിക്കുന്നു ഗൈസ്. എവിടെ മോളാ? എവിടെ? അതേ നിൽക്കണു. അവിടെ നിൽക്കണ്ട കേട്ടോ പൊടി മോളെ. നമ്മൾ ജയിച്ചു. ആദ്യം മല, പിന്നെ കുന്ന്, പിന്നെ ചവിട്ടുംപടി. നമ്മൾ ജയിച്ചു. അപ്പോൾ കുരിശുകൾ കൊണ്ടുവരണല്ലോ കേട്ടോ. അതിപ്പോൾ ഒരു കുരിശ് ഒരു 15 അടി ഉയരണ്ടാവും കേട്ടോ. കുരിശുകൾ വന്നു തുടങ്ങണല്ലോ. ചെറിയ കുറേ കുരിശുകൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം മാർത്തോമ മണ്ഡപത്തിലേക്ക് പോകട്ടെ. മുകളിലെത്തി എന്നിട്ട് നേർച്ച കിട്ടിയിട്ട് നമുക്ക് എന്നിട്ട് മുതിര അരി ഒക്കെ ആയിട്ട് കേട്ടാ. നല്ല രസമുണ്ട് കേട്ടാ. പഞ്ഞിയൊക്കെ ഉണ്ട്. അപ്പോൾ കൊണ്ട, മാല, കുരിശ് എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ. പിന്നെ നമുക്ക് കാണാനുള്ളത് ഈ ആന കുത്തിയ പള്ളി എന്നാണ് പറയാറ്. ആന കുത്തിയ പള്ളിയിട്ടേ. അപ്പം അത് നോക്കാം. ചുമരുള്ളൂ. ബാക്കിയൊക്കെ അതിൻ്റെ ബാക്കിയുള്ള വശങ്ങളൊക്കെ നല്ല രീതിയിൽ പണിതു, തേപ്പൊക്കെ കഴിഞ്ഞ് കട്ടൊക്കെ പണിത് തേച്ച് മൂടി വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം മാത്രം പഴയ പോലെ തന്നെ നിലനിർത്തിയിട്ടുള്ളത്. ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് ആന കുത്തിയ പള്ളി എന്ന് പറയാം. ഇതെവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറയണത് അറിയുന്ന ആൾക്കാർക്ക് അറിയാട്ടെ, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുന്നതാണ്. എല്ലാവരും ചീത്ത പറയായിരിക്കും. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അത് പണ്ട് കാലത്തെ ഇത് വന്നിട്ട് ആന കുത്തിയിട്ടുണ്ടെന്ന് ഈ മല കയറി വന്നിട്ട്. അത് അവിടെ മറ്റേ കാൽപ്പാടൻ ഇത് കാഞ്ചരാം. യേശുവിൻ്റെ എല്ലാം കൂടിയ ഒരു പുണ്യാളുടെ കുരിശ്. അതപ്പുറത്താ. നേർച്ചെടുത്തോ. നേർച്ചെടുത്തോ. അതാരുടെ കാൽപ്പാടാ? എഴുതിയിട്ടുണ്ടല്ലോ അവിടെ, വായിക്ക്. തോമസ് ലീഗയുടെ കാൽപ്പാദമാണ് കേട്ടാ. പാദമുദ്ര കേട്ടാ. അതൊന്ന് കാണാം. കണ്ടിട്ടുണ്ട് 2-3 പ്രാവശ്യമൊക്കെ. ഇത് അകല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവുള്ളൂ. വരാൻ പറ്റാത്ത കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരണമാണ്. അടയാളപ്പെടുത്തേൻ്റെ ഉള്ളിൽ അടയാളപ്പെടുത്തേൻ്റെ ഉള്ളിൽ കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇതൊരു കാലിൻ്റെ, ഇത് രണ്ടാമത്തെ കാലിൻ്റെ കേട്ടോ. കണ്ടാ പൊടിമുളക് കണ്ടാ? മനസ്സിലായ? വെള്ളപ്പാടല്ല അതിൻ്റെ ഉള്ളില് ചതഞ്ഞിരിക്കുന്നതല്ല, കാലിന്റെ പാട് കണ്ടു. അപ്പോൾ
നമ്മൾ മഴ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കയറിനേക്കാൾ ബുദ്ധിമുട്ട് ഇറങ്ങാനായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ളത്. ഭയങ്കര സ്പീഡിൽ വേഗം പോയി, പക്ഷെ ഇറങ്ങുമ്പോൾ ഭയങ്കര പേടിക്കുന്നു. നമ്മളിപ്പോൾ എത്രാമത്തെ എത്തിയെന്ന് ചോദിച്ചാൽ 11ാമത്തെ തോന്നുന്നുണ്ട്, അറിയില്ല. എത്ര നോക്കണം നമ്മൾ. നമ്മുടെ അച്ഛൻ നിൽക്കുന്നുണ്ട്. അച്ഛനോട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളും കൂടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കട്ട പാറകൾ. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. എങ്ങനെയുണ്ട് മലയാറ്റൂർ? എങ്ങനെയുണ്ട് കൂടി? മലയാറ്റൂർ നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കയറാൻ. ഇറങ്ങണതാണ് പ്രശ്നം, കയറണത് പ്രശ്നമില്ല. അപ്പോൾ എനിക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ എന്തായാലും നിങ്ങളും വരാം, അതാണ് നല്ലപടിയാ. നിങ്ങളും വരാം. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ എല്ലാവരും ലൈക്ക്, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭത്തിനും അടുത്ത വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.